ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വ്യക്തികളുടെ നഗ്ന ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചിരുന്ന 3 ആപ്പുകൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പിൾ നീക്കം ചെയ്തു. ഈ ആപ്പുകളുടെ പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വന്നിരുന്നു. ഏതായാലും മീഡിയ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് ആപ്പിൾ ഈ ആപ്പുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. അല്ലാതെ ബാഹ്യസഹായമില്ലാതെ ആപ്പ് സ്റ്റോർ നയങ്ങൾ ലംഘിക്കുന്ന ആപ്പുകൾ കണ്ടെത്താൻ ആപ്പിളിന് കഴിയുന്നില്ല എന്നുകൂടി ഈ റിപ്പോർട്ടുകളിലുണ്ട്. മെറ്റയുടെ ആഡ് ലൈബ്രറിയിൽ നിന്ന് ഇത്തരം 5 പരസ്യങ്ങൾ കണ്ടെത്തിയതായി 404 എന്ന മീഡിയ പറയുന്നു. മെറ്റ ആർക്കൈവ് ചെയ്ത പരസ്യങ്ങളെല്ലാം മെറ്റ ആഡ് ലൈബ്രറിയിലാണ് ഉണ്ടാവുക. ഇതിൽ 2 എണ്ണം വെബ് അധിഷ്ഠിത സേവനങ്ങളുടേതായിരുന്നു. 3 എണ്ണം ആപ്പിൾ ആപ്പ് സ്റ്റോറിലെ ആപ്പുകളിലേക്കുള്ളതായിരുന്നു. അശ്ലീല ചിത്രത്തിനുമേൽ AI സഹായത്തോടെ മറ്റൊരാളുടെ മുഖം ചേർത്ത് വയ്ക്കാനും വ്യക്തികളുടെ സാധാരണ ചിത്രങ്ങളിൽ വസ്ത്രങ്ങൾ മാറ്റി നഗ്ന ചിത്രങ്ങൾ ചേർക്കാനുമുള്ള സൗകര്യങ്ങളാണ് ഈ ആപ്പുകൾ വാഗ്ദാനം ചെയ്തിരുന്നത്. പരസ്യങ്ങൾ മെറ്റ ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്തവയാണ്. എന്നാൽ ഈ ആപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ആപ്പിൾ അവ നീക്കം ചെയ്തത്. മുമ്പും സമാനമായ രീതിയിൽ ആപ്പ് സ്റ്റോറിൽ ഡീപ് ഫേക്ക് ആപ്പുകൾ പ്രചരിച്ചിട്ടുണ്ട്. 2022 ഇത്തരം ആപ്പുകൾ കണ്ടെത്തിയെങ്കിലും അത് നീക്കം ചെയ്യുന്നതിന് പകരം അവ പോൺ സൈറ്റുകളിൽ പരസ്യം ചെയ്യുന്നത് നിർത്തലാക്കാൻ നിർദ്ദേശിക്കുകയാണ് ആപ്പ് സ്റ്റോറും ഗൂഗിൾ പ്ലേ സ്റ്റോറും ചെയ്തത്. ആപ്പുകളായും ഓൺലൈൻ വെബ്സൈറ്റുകളായും ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്ന സേവനങ്ങളും ഡീപ് ഫേക്ക് വീഡിയോകൾ പങ്കുവയ്ക്കുന്ന പോൺ സൈറ്റുകളും വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് AI കഴിവുകൾ സംബന്ധിച്ച ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ ഇത്തരം ദുരുപയോഗം തടയാനുള്ള ശ്രമങ്ങൾ ഇനിയും ഫലം കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം.